എടാ പവി, നീ ടെൻഷൻ അടിക്കല്ലേ. മുത്തച്ഛനൊന്നും ഉണ്ടാവില്ല. ഞാൻ പ്രാർത്ഥിക്കാം. നീ എത്ര അറ്റാച്ചാന്ന് എനിക്കറിയാം. ആ, ഒന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാവരും ഇല്ല. നീയും കൂടി ഇങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ അവരും കൂടി വെറുതെ സങ്കടപ്പെടില്ലേ? അവിടെ ആരാ നിന്നെ വിളിക്കുന്നത്? മരുന്ന് വാങ്ങിക്കാനോ? ചെല്ലിപ്പോയി മരുന്ന് വാങ്ങിച്ചിട്ടോ. ഓ, ഞാൻ വരാം. നീ എന്നൊന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കേടാ. ശരി. വിഷമിക്കല്ലേ, എന്നെയും കൂടെ നീ കരയിപ്പിക്കും. ആ, ഓക്കെ. എന്ത് പറ്റിയ കുറെ നേരമായില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും പറയണ്ടടി. പവിയുടെ മുത്തച്ഛന് സീരിയസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റിയൊന്നും എനിക്കറിയില്ല. അവൻ വിളിച്ച് ഭയങ്കര കരച്ചില്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രായതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാന്ന് തോന്നുന്നുണ്ട്. അവൻ മുത്തച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നടാ. അല്ല ചാരു, പവിയുടെ അപ്പൂപ്പൻ എന്നൊക്കെ പറയുമ്പോ പുള്ളിക്ക് എത്ര വയസ്സുണ്ടായിക്കണം? ഇടി ഒരു 97 വയസ്സുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. 97 വയസ്സായോ? അപ്പൊ പുള്ളിക്കാരൻ്റെ 3 വർഷം കഴിഞ്ഞ സെഞ്ചുറി അടിക്കാം അല്ലേ? ഇനിയിപ്പൊ അഥവാ സെഞ്ചുറി അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 97 വയസ്സ് വരെ ജീവിച്ചില്ല. ആരോഗ്യം ദൃഗറ ഹെൽത്തി ആയിട്ടിരുന്നില്ലേ പുള്ളിക്കാരൻ? അതൊരു ധാരാളമല്ലേ. ഓരോ മനുഷ്യന്മാരൊക്കെ 10-40 വയസ്സാകുമ്പോഴേ കാറ്റ് പോണു. ഇങ്ങനെ ഇത്രയും വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ല. ഇത് തന്നെ വലിയ കാര്യം. നിനക്ക് എന്ത് ഏത് സമയത്ത് പറഞ്ഞ ഒരു ബോധമുണ്ടാ? എന്ത് ചളുവടിയിരുന്ന് അടിക്കും. നമ്മളെ സിറ്റുവേഷൻ കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് വയ്യേ? നിനക്ക് ആര് സിറ്റുവേഷൻ ആലോചിക്കാൻ? ഇവളോ? ഇവൾക്ക് എല്ലാം കോമഡി അല്ലേ. ഇപ്പൊ നാളെ ഞാൻ ചത്തെന്ന് പറഞ്ഞാലും ഇവളത് കോമഡി ആയിട്ട് എടുക്കും അല്ലേ? ഞാനൊരു തമാശ. ചാരു, എന്താണ്? ഞാൻ തമാശ പറഞ്ഞ ചാരുവേ. പിന്നെ നീ പറഞ്ഞ തമാശ എവിടെ നിനക്ക് അവാർഡ് തരണോടി? ഇതാണോ തമാശ? നീയേ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണ്ട. അവസരത്തിനൊത്ത് സംസാരിക്കാൻ പോലും നിനക്കറിയത്തില്ല. തമാശ പറയാൻ നിൽക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോന്ന് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞില്ല. നീ ഇത്ര സീരിയസ് ആക്കാതെ ചാരു. അല്ലേലെ മനുഷ്യനെ പ്രാന്ത് പിടിച്ചിരിക്കുവാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇങ്ങനെ പറയാനില്ല. ചാരു, ഓ അല്ലെ ഞാൻ എന്ത് പറഞ്ഞോളൂ? ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഇനി കുറച്ച് കോമൺ സെൻസ് വേണ്ടിയിട്ട് ഒരാൾ ചാകാൻ കിടക്കണമാണ് നിന്റെ ചളു അടിക്ക്. ഞാൻ എപ്പോഴും തമാശ പറയുന്ന പോലെ പറഞ്ഞല്ലേ? അല്ലെ നിന്റെ എല്ലാ തമാശയ്ക്കും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലടേ. നീ എന്നിട്ട് എന്ത് പറയാളിയാ? നീ ആ ചാരുന്റെ മുഖത്തിന് എങ്ങനെ നോക്കുന്നേ? ഇതെന്തോ അമ്മ വലിയ കഷ്ണമായിട്ട് തോരനാണോ? ഇല്ലല്ല, അയക്കട തോരൻ എങ്ങനെ അരിയണത്? ഇത് മെഴുക്ക് വരട്ടെ. അതെ, പറ. മോളടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നേ. മോളെ അറിവില്ലേ, ഈ ഡ്രൈവർ വേക്കൻസി വല്ലതും ഉണ്ടാ? എൻ്റെ ഒരു അറിയുന്ന നാട്ടുകാരെ ഉണ്ടായിരുന്നേ. പഞ്ചപാവം, നല്ല സ്വഭാവം ഡ്രൈവറായിരുന്നേ. അവർ ഓടിച്ചോണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവരിപ്പോൾ എവിടെയാ പുറത്തെവിടെയാ പോയി. അങ്ങനെ ജോലി ഇല്ലാതായി. ആരെങ്കിലും ഉണ്ടാ മോളെ? എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ട്. എനിക്ക് ഈ പത്രമായിട്ടുള്ള ബന്ധം മാത്രമല്ലേ ഉള്ളൂ. അപ്പോ ഞാനോട് പറഞ്ഞു നോക്കാം. ആ, അങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കും. പയ്യൻ അടിപൊളി പയ്യൻ, നല്ല ഡീസൻറ്റ് പയ്യൻ, നല്ല സൽസ്വഭാവി, ഒരു പ്രശ്നമില്ല. നോക്കാം നോക്കാം പറഞ്ഞു നോക്കാം. ആ, ഇത് മാത്രമേ ഉള്ളൂ, വേറെ എന്താന്നും കഴിക്കാൻ? കമ്പറയ്ക്കാം. എന്താണ് നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ? കുറച്ച് കടന്നലൊക്കെ കുത്തി അങ്ങോട്ട് വിചാരിച്ചു. ഇത് കടന്നലല്ല, വേട്ടാവളിയെ. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞെനിക്ക് ഫീൽ ചെയ്തു. എന്തോന്ന് പറഞ്ഞ? നിനക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? ഞാൻ വിചാരിച്ചതൊന്നും ഇല്ലാത്ത സാധനമായിരിക്കും ഒന്ന്. ആടി, എനിക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ മനുഷ്യനല്ലോ, ഞാൻ ഏലിയൻ ആണല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, എന്ത് വേണേലും നോക്കി ചിരിക്കാം, എങ്ങനെ വേണേലും ഇട്ട് തട്ടിക്കളിക്കാം. എനിക്ക് ഒരു വികാരവും ഇല്ലമ്മ. അയ്യേ, എന്തോന്ന് മോളെ ഇത്? നമ്മളൊരു തമാശ പറഞ്ഞല്ലേ, അത് അതിന്റെ രീതി എടുക്കാതെ ഇങ്ങനെ സീരിയസ് ആവാൻ പാടുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്നെ എന്തോണേലും പറയാമല്ലോ അമ്മാവാ. ഞാൻ തിരിച്ചു പറയുമ്പോഴല്ലേ നിങ്ങൾക്കത് പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. അല്ല, നിന്നിപ്പോ ഇവിടെ ആരെന്ത് പറഞ്ഞെന്ന് നീ പറയുന്നേ? നേരത്തെ ഞാനൊരു തമാശ പറഞ്ഞു. ആ ചാരു ഇവളൂടെ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? നീ എന്ത് പറഞ്ഞടി ഇവളെ? എന്തോന്ന് പറഞ്ഞ? അവിടെ എന്തിനാ ആവശ്യമില്ല പറയണത്? മക്കളെ, നീ എന്തോ തമാശയായിട്ട് പറഞ്ഞത്? പറ. അങ്ങനെ ചോദിക്കമ്മാവ. നമ്മുടെ പവിയുടെ അപ്പൂപ്പൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചാരു അപ്പുറത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവളുണ്ടല്ലോ അപ്പൂപ്പൻ ചത്തെന്ന് പറഞ്ഞ് കോമഡി അടിച്ചുകൊണ്ടിരിക്കുക. ഇവളെ ചേപ്പൂരി അടിക്കണ്ടേ അമ്മാവ? മക്കളെ, നീ ഈ തമാശയാണോ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ചാരുമോളായതുകൊണ്ട് കൊള്ളാം. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ
സത്യമായിട്ട് കരണ കുറ്റുവൊക്കെ അടിച്ചാൽ. അത് മാത്രല്ലേ മുടിയും കൂടെ പഠിച്ചെടുത്തു. ഇതിന്റെ മറുപടി ഞാൻ പറയുന്നില്ല. വേണ്ട, എനിക്ക് ഊഹിക്കാൻ ആ അപ്പൂപ്പന് 97 വയസ്സുണ്ട് അമ്മാവാ. അപ്പൊ പ്രായമായ ആൾക്കാർക്ക് അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കും. പിന്നെ മരണം എന്ന് പറഞ്ഞ സാധനം രംഗബോധം ഇല്ലാത്തൊരു കോമാളിയാണ്. അത് ഏത് നിമിഷം എപ്പോ ആണെങ്കിലും വരാം. എടി രംഗബോധമില്ലാത്ത കോമാളിയെ നീയാണ്. സന്ദർഭത്തിനടുത്ത് സംസാരിക്കാൻ പഠിക്കണം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വായ തുറക്കണില്ല. ഞാൻ സന്ദർഭത്തിനല്ലാതെ ഒന്നും ഞാൻ ആരോടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. എൻ്റെ പൊന്നു മോളെ, നിന്റെ തമാശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട്. എന്നും പറഞ്ഞ് എല്ലാ കാര്യവും തമാശയുടെ എടുക്കാമോ മോളെ? എൻ്റെ പൊന്നമ്മ വന്നു നിനക്കിപ്പോൾ എല്ലാം തമാശയാണ്. അതൊന്നല്ലടേ, ഇവക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കിടന്നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സത്യോ. ഇവളെ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടമൊന്നും ഇവർക്ക് മനസ്സിലാവാത്തത്. ആടി, ഞാൻ ഈ തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നത് എനിക്ക് ചുറ്റുള്ളവരോട് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഇനി പറയുന്നില്ല. ഞാൻ നിർത്തുവാണ്. ഇനി മുതൽ ഞാൻ സീരിയസ് ആവാൻ പോവാണ്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞത് ഭയങ്കര തമാശയായിട്ട് തോന്നിയല്ലേ? ശരി, ആയിക്കോട്ടെ, കാണിച്ചു തരാം. ചിരിച്ചോ കേട്ടോ. എന്നിട്ട് കോമാളിയാണല്ലോ അല്ലേലും. അവള് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ചിരി വരുന്നു. അത് ഈ മുടിക്കാത്ത ഇത്രയും ബുദ്ധി ഇവിടെ നിന്നു ഒളിപ്പിച്ചു വെച്ച സത്യം. അയ്യോ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നല്ലേ ഉച്ചക്ക് എണ്ണാന് ലേറ്റ് ആവും. എന്തോ ക്യാരറ്റ് അറിയാം മാമ? ക്യാരറ്റ്, മെഴുക്കുരട്ടി, സാമ്പാർ. ആർക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എല്ലാവർക്കും കുഴപ്പം. അവർക്ക് എന്ത് വേണേലും എൻ്റെ അടുത്ത് പറയാം. ഞാൻ മിണ്ടുന്നാണല്ലോ ഇവിടെ എല്ലാവർക്കും കുഴപ്പം. ഒരഭിപ്രായം പറയാൻ പോകില്ല അവരോട്. എന്നോടും ആരും ഒന്നും മിണ്ടണ്ട. ഇന്നത്തെ പാട് പോവൂടെ? പോവൂടി. നമ്മൾ ഓൾറെഡി ഇത് സോപ്പിട്ട് കഴുകി കഴിഞ്ഞു. ഇത് ഉണക്കി നമ്മളത് ശരിയായതിനു ശേഷം എന്നിട്ട് ശരിയായില്ലേ നമുക്കത് ഡ്രൈ ക്ലീൻ ചെയ്യാം. എന്നെ പറ്റിയിട്ട് സാരിക്ക്? ഓ, ഇതിലേക്കുള്ളിന് എന്നാ പറ്റാനാ? എടി, ഇവളുടെ കോളേജിലാണെങ്കിൽ ഒരു എത്നിക് വേറെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഇവളെന്ത് ചെയ്ത് ഈ സാരി ഉടുത്തോണ്ട് പോയി. സാരി മൊത്തവും കറയായി. ഇത് അവളുടെ അമ്മയുടെ കല്യാണ സാരി ആയിരുന്നടി. കല്യാണ സാരി ആകുമ്പോ പഴയ സാരി ഇല്ല, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതിന് ഇത്ര ടെൻഷൻ അടിക്കാൻ തോന്നിക്കുന്നു. എടി, ഇത് അവളുടെ അമ്മയുടെ പഴയ സാരിയാണ്, കല്യാണ സാരി. എടി, പഴയ സാരി എന്ന് പറയുമ്പോ കല്യാണം എന്ന് പറയുമ്പോ എന്തായാലും ഒരു 10-20 വർഷം പഴക്കം ഉണ്ടാവല്ലോ. പിന്നെ ആ സാരി പോയാലെന്ത്? നിനക്ക് അത്രയ്ക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റിലെ സാധനം ഇത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. കോളേജിൽ പോയപ്പോ കറ വീണതാടെ ഫുഡ് കഴിച്ചപ്പോ. എടി, ഈ സാരി കണ്ടു കഴിഞ്ഞാൽ കൂടി 1,5000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലത്തെ സെയിം ഡിസൈനിലുള്ള സാരി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അമ്മയെ ഹാപ്പി. എന്റെ പൊന്ന് സ്റ്റെഫി, ഇവളുടെ അമ്മ നീ പറഞ്ഞു പഴക്കം ഉണ്ടായിരുന്നെന്ന്. അതുപോലെ ഇവര് പഴക്കം ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സൂക്ഷിച്ചിരുന്ന സാധനമാണിത്. കൊണ്ടുപോയി ഇവിടെ കറയാക്കി കൊണ്ടുവന്നു. ഇത് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. ഇത് തിരിച്ചുകൊണ്ട് കൊടുക്കണ്ട, പുതിയൊരെണ്ണം വാങ്ങിച്ചും കൊടുത്താ പോരെ? ഒന്നും മിണ്ടാണ്ടിരിക്കല്ലേ, ഞാൻ കൊല്ലും. ഞാൻ മിണ്ടാണ്ടിരുന്നോ? വാ നമുക്ക് ഇരിക്കാം. എത്തണില്ലടേ. ചാടി അമ്മേ. എന്ത് പറഞ്ഞാലും പോരെ. പവി വിളിച്ചാ മോളെ? എന്ത് പറഞ്ഞു? മുത്തശ്ശന് ICU നിന്നിപ്പോ വൈകുന്നേരത്തേക്ക് റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. ആണോ? അതുകൊണ്ടൊരു സമാധാനം ഉണ്ടമ്മാവാ. അത് ആശ്വാസമായി. ആശ്വാസമായെന്ന്. എന്തൊരു കരച്ചിലായിരുന്നു ആ ചെറുക്കൻ. എനിക്ക് എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് വരെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഡെസ്പായിരുന്നു അമ്മാവാ. അതുമല്ല, അവനെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ജീവനായിരുന്നു. വീട്ടുകാരെല്ലാരും ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ? പിന്നെ ഇച്ചി അവനൊക്കെ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ട്. പിന്നെ അവന്റെ മച്ചാൻ വന്ന സേലത്തിൽ മറ്റേ അലുവ കച്ചവടം ചെയ്യുന്നത്? ഓ, വന്നാ എല്ലാരും ഉണ്ടെന്നാ പറഞ്ഞ. ആണോ? അതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടല്ലോ. അമ്മാവാ, എന്തായാലും റൂമിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് എന്തായാലും പോയി ഒന്ന് കാണാം. അത് പോണം മക്കളെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. നമുക്കേ നീ എപ്പോഴാണ് റൂമിൽ മാറ്റണം നോക്ക്, എന്നിട്ട് നമുക്ക് പോയി കാണാം. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവാം. ഫ്രൂട്ട്സ് ഒക്കെ വയസ്സായ അല്ല, അതൊരു ഇതല്ലേ. ശരി, വാങ്ങണമെങ്കിൽ വാങ്ങാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിന്നെ കാണുമ്പോൾ അവനൊരു ആശ്വാസമാവും. പിന്നെ അവൻ്റെ ജോലിക്കാരിയൊക്കെ എന്തായി? ഓ, അതങ്ങനെ പോണം ആ ഒരു വഴിക്ക്. കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് ഒന്ന് സെറ്റ് ആവണത്? ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതിയാ? ഞാനും അതന്നെ നോക്കിയിരിക്കണേ. പക്ഷെ ഈ ചെറുക്കൻ ഇത്രയും തൊട്ടാവാടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെയും പേടിപ്പിച്ചു കളഞ്ഞു.
എനിക്കത് നേരത്തെ അറിയാം. ഈ കാണിക്കുന്ന ആഡംബരം മാത്രമേ ഉള്ളൂ. പാവമാണ്, പഞ്ചപാവം. അളിയാ എന്തായി കാര്യം ഹോസ്പിറ്റലിൽ? ICU മാറ്റി വൈകുന്നേരം റൂമിലേക്ക് ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അല്ല അവിടെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ആരൊക്കെ ഉണ്ട് അവിടെ? അവിടെ പവി ഇച്ചിയും അവിടുത്തെ ഇച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോവാം. പിന്നെ അമ്മാവനും പറഞ്ഞു നമുക്ക് പോവാം. റൂമിലോട്ട് വൈകുന്നേരത്തേക്ക് മാറ്റും. എന്നിട്ട് നമുക്ക് പോയി കാണാം. ഓക്കെ സംസാരിച്ചു പുള്ളി? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ ആശ്വാസം കാണാനുണ്ട് വിളിച്ചപ്പോൾ. ഇവളുടെ ടെൻഷനാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഞാനല്ലേ കണ്ടത് അവൻ കരയണത്. പിന്നെ ഞാൻ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. അമ്മാവാ പറഞ്ഞത്. നമുക്ക് റൂമിലോട്ട് മാറ്റിയതിന് ശേഷം പോവാം. ഇതെന്തോന്ന് ഓടിപ്പടച്ചു? നമ്മുടെ സ്റ്റെഫി ബാഗ് പാക്ക് ചെയ്യുന്നു. ബാഗ് പാക്ക് ചെയ്യണം? എനിക്കറിയാൻ പാടില്ല. അല്ല അവിടെ അങ്ങോട്ട് പോകുന്നു. എവിടെ മാറി പോവാണെന്ന്. മാറിപ്പോ എവിടെ പോവാ? മാറി എനിക്കറിയില്ല. ആള് ഭയങ്കര സീരിയസാ. ഇവൾക്ക് എന്താ വട്ടാണാ? അല്ലെങ്കിൽ അതൊരു അരപ്പിടി പിടിക്കാത്ത കേസാണ്. കുറച്ച് നേരത്തെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ വന്നിട്ട് നീ എന്തോ പറഞ്ഞു എന്നാ കളിയാക്കി, അവളെന്തോ തമാശ പറഞ്ഞപ്പോൾ നീ അവളെന്തോ വഴക്ക് പറഞ്ഞെന്നാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒരുപാട് സംസാരിക്കും. അവള് തമാശ പറഞ്ഞെന്നാ? ഈ പവിയുടെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ തമാശയാണ് പറഞ്ഞത്. ആ തമാശയാണ്. അമ്മാവ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം. ഒന്നില്ലെങ്കിൽ ഇത്രയും പ്രായമായതല്ലേ. അപ്പൊ പിന്നെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഡോസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ പിണക്കൊക്കെ എനിക്ക് മാറ്റാൻ അറിയാം. നിങ്ങൾ വാ ഇങ്ങോട്ടേക്ക് അടി. ഈ കൊച്ചിന്റെ കാര്യം എന്തോന്നത്? എവിടം വരെ പോവും അമ്മാവ? മാഡം എനിക്കൊരു സിംഗിൾ റൂം തരുമോ താഴത്തെ? അത് കുഴപ്പമില്ല. അത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. എനിക്ക് ഒരു സിംഗിൾ റൂം വേണം. മാഡം എപ്പോഴാണ് വരിക? വൈകുന്നേരം ആവുമോ? കുഴപ്പമില്ല മാഡം, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ മാഡം, ശരി. നീ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ട് പോകണം? ഞാൻ പോവാ. നിങ്ങൾക്കൊക്കെ എന്നെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങ് തീരട്ടെ. ബുദ്ധിമുട്ട് നിന്നെ കൊണ്ടല്ല, നിന്റെ വായി കിടക്കണ നാക്കിനാണ്. ആയിക്കോട്ടെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. നാക്കിൻ്റെ ആണേലും എൻ്റെ ആണേലും എല്ലാ ബുദ്ധിമുട്ടും ഞാൻ തീർത്തേക്കാം. ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീരുമല്ലോ. അല്ലല്ലേ നിന്റെ ഈ ചളുപിടിയൊക്കെ ഒന്ന് നിർത്തിയിട്ടേ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചാൽ നീ തങ്കപ്പനല്ലേ പൊന്നപ്പനാണ്, മനസ്സിലായ? ഞാൻ ജനിച്ച മുതൽ ഇങ്ങനെ തന്നെയാ. എൻ്റെ കോലവും രൂപവും ഒക്കെ ഇങ്ങനെ തന്നെയാ. എൻ്റെ സൗണ്ടും സംസാരവും ഒക്കെ ഇങ്ങനെ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് അങ്ങോട്ട് മാറി ഒതുങ്ങി പൊക്കോളാം. എടി നീ സീരിയസ് ആയിട്ടാണോ സംസാരിക്കുന്നത്? എടി മക്കളെ, നീ നിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരുത്തണ്ട. നിന്റെ ചെറിയ ചെറിയ തമാശയും മണ്ടത്തരങ്ങളും ഇല്ലെങ്കിലേ നീ കൊള്ളൂലടി. സത്യം. അമ്മാനെന്താ വിചാരിച്ച ഞാൻ പെട്ടെന്നൊരു ദേഷ്യം കയറിപ്പോ വിളിച്ചു പറഞ്ഞതെന്ന്? പിന്നെ അല്ലാണ്ട് നീ തമാശ പറഞ്ഞില്ലേ? എന്നാ അങ്ങനെയല്ല. ഞാൻ വിചാരിച്ചേ എല്ലാരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാവുന്ന. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കെന്നല്ല ഇവിടെ ആർക്കും എന്നെ മനസ്സിലായില്ല. നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണേ? നീ ഇതെങ്ങോടി പറഞ്ഞു കയറി പോകുന്നേ? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായത്? ഞാൻ കോമാളിയാണല്ലോ. ഞാൻ എൻ്റെ രൂപം കൊള്ളത്തില്ല, എൻ്റെ മുടി കൊള്ളത്തില്ല, എൻ്റെ ബോഡി കൊള്ളത്തില്ല. ആർക്ക് വേണേലും എന്നെ എങ്ങനെ വേണേലും ഇട്ട് തട്ടിക്കളിക്കാം. ഞാൻ മനുഷ്യനല്ല. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, എഫക്റ്റും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ മനുഷ്യനല്ലോ. ഞാൻ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നൊരു എലിയനല്ലേ. സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്? ഞാൻ വാ തുറന്നാലല്ലേ പ്രശ്നം. ഞാൻ വാ തുറക്കുന്നില്ല. ഈ മുറിന്ന് ആ മുറിയിലോട്ട് ഒതുങ്ങി കുജി വെച്ചോളാം. എൻ്റെ പാട് നോക്കി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. ഒതുങ്ങി ജീവിക്കാനാ? നീയാ നിന്നെ കൊണ്ട് പറ്റാത്ത പരിപാടിയാ മോളെ. ഒതുങ്ങി ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എടി മോളെ, നീ റൂമൊന്നും മാറണ്ട. നീ വെറുതെ എന്തിനാ റൂമൊക്കെ മാറി പോണത്? ഞാൻ മാറും അമ്മാവ, എനിക്ക് മടുത്തു. അമ്മാവാ എനിക്ക് വയ്യ. എന്താണ് പ്രശ്നം? എന്ത് പറ്റി? ഇവള് റൂം മാറാൻ പോകുന്നു. എങ്ങോട്ടേക്ക്? ഞാൻ മാഡത്തിനോട് താഴത്തെ റൂം ചോദിച്ചിട്ടുണ്ട്, ഒരു സിംഗിൾ റൂം. അത് കിട്ടിയാൽ അങ്ങോട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെക്കേറ്റ്. ഞാൻ പോട്ടെ അമ്മാവ. ആർക്കൊരു ബുദ്ധിമുട്ടാവാൻ ഞാൻ വരുന്നില്ല. അളിയാ ഞാൻ അവള് കാര്യമായിട്ടാ പറഞ്ഞിട്ട് പോയത്. എടാ അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ച? അതിന് മാത്രം റൂം മാറാൻ മാത്രമൊക്കെ ഇപ്പോൾ എന്തുണ്ടായത്? എനിക്കറിയാൻ പാടില്ല. അല്ല, സ്റ്റോമാക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും ചെറിയ ചെറിയ കാരണം കിട്ടിയാൽ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരെയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. എടി അതുമല്ല, നമ്മളല്ലേ ഉള്ളു അവൾക്ക് ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ. എടി അതല്ലടി, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. എല്ലാരും ഓവറായിട്ട് അവള് ദേഷ്യപ്പെടുകയും കളിയാക്കൊക്കെ ചെയ്യുമ്പോ അവൾക്കും ഫീൽ ആവത്തില്ലേ? എടി അവളും നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതല്ലേ നമ്മളും ചെയ്തിട്ടുള്ളൂ. ഇവിടെ വൻ സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്നാലും അവളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ നമ്മളവളെ പരിഗണിച്ചില്ല എന്നൊരു തോന്നലുണ്ടാവും. ചാരുമോളെ, പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കും. നിങ്ങളിപ്പോൾ കൂട്ടുകാരല്ലേ, കൂട്ടുകാരാവാൻ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇതുപോലെ ഒന്നും ആവരുത്. പോയി സംസാരിക്കും.
എടി ഞാനും വരാം. വാ ഞാനും കൂടെ പോയി സംസാരിക്കാം. ആ പോയിട്ടു അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടാ. എന്റെ അമ്മവ അതൊക്കെ ഞങ്ങളെ കണ്ടുപിടിക്കണം. എത്ര അടിയും വഴക്കും എന്തുണ്ടെങ്കിലും ഇവിടെ എന്റെ കൂടപ്പറപ്പിനെ പോലെയാണ് അമ്മാവ. ഞങ്ങളുടെ ഒരു പ്രശ്നവും സന്തോഷമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ശരിക്കും പിന്നെ നീ എന്താ ഇപ്പൊ അങ്ങനെ പോകാൻ കാരണം? എന്നിട്ട് ആ ജംഗ്ഷൻ വെച്ച് പട്ടി ഓടിച്ചിട്ട് ഓർമ്മയുണ്ട? അന്ന് ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. പട്ടീനെ മുമ്പ് ഇട്ടുകൊടുത്തിട്ട് ഓടിക്കളഞ്ഞ അമ്മാവ. അമ്മാവ സ്വാഭാവികമായിട്ട് പട്ടി അടിക്കാൻ വരുമ്പോ നമ്മൾ ജീവനും കൊണ്ട് ഓടൂലേ? ഞാനും അത്രയും ചെയ്യുള്ളൂ. ഇവിടെ ഓടിയത് എന്റെ കുഴപ്പമാണ്. ഞാൻ ആ സമയത്ത് എന്റെ ജീവൻ കൊണ്ട് ഞാൻ ഓടി. എന്തുവാ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതല്ലേ. അയ്യോ എനിക്ക് നിങ്ങളോട് വിഷമോ പണക്കൊന്നും ഇല്ല. പിണങ്ങല്ലേ അളിയാ? പിണങ്ങില്ലടാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാഡം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താഴത്തെ റൂം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് സഹിക്കണം. പിണക്കമില്ലാത്തവണാണ് നീ റൂം മാറാൻ പോകുന്നത്. ഞാൻ ശരിയാവൂലടാ. ഞാൻ അവിടെ ആ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല. എനിക്കങ്ങനെ നിങ്ങളെ വെറുക്കാനും പറ്റില്ല. എന്ത് ബുദ്ധിമുട്ടാവും നീ പറയുന്നത്? എൻ്റെ ഈ അസ്ഥാനത്തുള്ള തമാശയും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇതായിരിക്കൂലേ. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഈ നിങ്ങൾ പറയണ കണക്കുള്ള ഈ അളിഞ്ഞ ചടിയും കോമഡിയൊക്കെ അടിച്ച് അത് നിങ്ങൾക്ക് ചിലപ്പം ഇമോഷൻസിൻ്റെ സമയത്ത് പറയുമ്പം പിടിക്കൂല. എനിക്കത് തന്നെ അറിയാം എൻ്റെ സ്വഭാവം ഓക്കെ അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറുന്നത്. എടി നിന്റെ ചളിയും തമാശ ഇല്ലാതെ നീ എന്തൊന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഇത് ഞങ്ങളല്ലേ. ആടാ ചാരു, എനിക്ക് ഇങ്ങോട്ട് ആടടുത്ത് ഒരു പിണക്കവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ റൂം മാറുന്നത്. എടി നീ ഇതിന് ബുദ്ധിമുട്ടെന്ന് ഇവിടെ ആരാ പറഞ്ഞേ? അല്ലെങ്കിൽ നീ ഇവിടെ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഇതൊരുമാതിരി മരണ വീട് പോലെയാണ് അല്ലേ അളിയാ? ഞാൻ തന്നെ കണ്ടില്ല കരിയറും കാശൊന്നും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന എന്തുകൊണ്ടാ? നിങ്ങളൊക്കെ ഉള്ളോണ്ടല്ലേ. പ്രത്യേകിച്ച് നിന്റെ കോമഡി ഒക്കെ ഉള്ളോണ്ടല്ലേ അളിയാ? നീ എന്ത് അളിയാ? അതെ, എന്റെ ആരും ഒന്നും ആലോചിക്കുക. എനിക്ക് വേറെ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? എനിക്ക് പറയണ വിഷമവും സങ്കടമൊന്നും ഇല്ലെന്നാ? ഞാനിതൊക്കെ കുറേ കണ്ടതാ ചാരു. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടിട്ട് എൻ്റെ പുറകെ കളിയാക്കാൻ വേണ്ടി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. സ്കൂൾ വിടുന്ന തൊട്ടിട്ട് വീട്ടിലെത്തണ വരെ കൂവിയും കളിയാക്കിയും. അന്ന് ഈ സ്റ്റെഫി ജാക്സണൊന്നും ഇല്ല. നീർക്കോലി, പിരിയൻ തലച്ചി, സ്പ്രിങ്ങി, കാപ്രി, അങ്ങനെ എൻ്റെ പേര് ഞാൻ തന്നെ മറന്നുപോയി. എന്നും സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ ഞാൻ പൊട്ടിക്കരയും. അപ്പം എൻ്റെ ഡാഡി എൻ്റെ അടുത്ത് പറയും, മോനിതൊന്നും ശ്രദ്ധിക്കണ്ട, മോനിതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി എന്ന് പറയും. ഞാൻ അന്നോട്ട് ഇതിനൊക്കെ ഈ കൂവലിനും കളിയാക്കലിനും കുറ്റപ്പെടുത്തലിനൊക്കെ ചിരിക്കാൻ പഠിച്ചു നല്ലോണം. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലെത്തി. അവിടെ എനിക്ക് സ്റ്റെഫി ജാക്സൺ എന്നല്ല പേര്, സ്റ്റെഫി ജോക്കർ എന്നാ പേര്. അവിടെയും ഉണ്ടായിരുന്നു ഒരുപാട്. എല്ലാവരും എന്നെ കാണുമ്പോൾ നോക്കും. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ജോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളാണല്ലോ. പക്ഷെ ഈ ജോക്കറിൻ്റെ ഉള്ളിലൊരു ഇമോഷൻ ഉണ്ടെന്ന് ആരും അറിയത്തില്ലല്ലോ. കാരണം വിഷമം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം എപ്പോഴും ആൾക്കാർ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ അടുത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ മറന്നു തുടങ്ങി. എൻ്റെ ഒരു ലോകം. ഞാൻ സ്റ്റെഫി ജാക്സൺ എന്നൊരു വിളി കേൾക്കണത് നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എടി നീ കരയില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഇല്ല ചാരു, എനിക്കൊരു വിഷമമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊക്കെ കേട്ട് തഴമ്പിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ല ചാരു. പിന്നെ ഞാൻ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കോമഡിയൊക്കെ അടിക്കണത് നിങ്ങൾ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളുടെ ഇമോഷനോ പ്രശ്നങ്ങളോ ഒന്നും അറിഞ്ഞിട്ട് അത് കണ്ടില്ല എന്ന് അടിക്കണമില്ല. എന്നെ 2 ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊക്കെ ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. മതി നിർത്ത്. സ്റ്റെഫി ജാക്സൺ എങ്ങും പോകുന്നില്ല അല്ലേടി? ഇല്ലടാ, ഞാൻ വരുന്നില്ല. അത് ശരിയാവൂല. ഞാൻ ഇതുപോലെ ഇനിയും അളിഞ്ഞ ചളിയൊക്കെ അടിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എനിക്ക് ഈ സെന്റിമെന്റ്സ് ഉള്ള സമയത്ത് സെന്റിമെന്റലായിട്ട് നിങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ചളി അടിക്കാനേ അറിയുള്ളൂ. നീ എങ്ങനെയാണോ നീ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നീ ഒരു രീതിയിലും മാറണ്ട. എടി ഞാനല്ലേ എടി, എനിക്ക് ആ സമയത്ത് അത്ര എൻ്റെ അവസ്ഥയായി പോയോണ്ടല്ലേ ഞാൻ പറഞ്ഞോ ഇത് പവിയുടെ കാര്യം കണ്ടിട്ട്. എടി അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞടി, അതുകൊണ്ടല്ലേ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നീ ആയിട്ട് ഒരു പ്രശ്നമില്ല. എടി നീ ഇങ്ങനെ ഇരിക്കണല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ? ഞാൻ ഏറ്റവും സ്നേഹിക്കണം നിങ്ങളൊക്കെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഇങ്ങനെ പോടി വിട് ഇനി നിർത്ത് പ്ലീസ്. ഞങ്ങളുടെ സ്റ്റെഫി ജാക്സൺ അല്ലേ നീ? അല്ലേ?
ഒരു ദേഷ്യമൊന്നുമില്ല. എന്തിനു ദേഷ്യം? ഇവിടെ ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് മാറി എന്നാലും അവാർഡ് പടം പോലെ നമ്മളല്ലേ. അപ്പൊ ഞാൻ റൂം മാറണ്ടേ? അല്ല തന്നെ നിനക്ക് റൂം മാറിയിട്ട് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പറ്റുമോ? പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കത് ആലോചിക്കാൻ കൂടെ വല്ല. ഞാൻ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു. അത്ര നന്നല്ല ഞാനും ചെയ്തുള്ളൂ. ഇനി കരഞ്ഞ അടിയുള്ളൂ നിനക്ക്. കരാണ്ടിരിക്കേ. തിരിച്ച് നോട്ടെ സ്റ്റെഫി ജാക്സൺ നോക്കട്ടെ. തിരിച്ചു വന്നു. അല്ല സ്റ്റെഫി, ഈ സിറ്റുവേഷനിൽ പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറഞ്ഞോട്ടെ. അതെ, നിന്റെ പേര് സ്റ്റെഫി ജാക്സൺ എന്ന് മാറ്റിയിട്ട് നമുക്ക് ഒഫീഷ്യലി സ്റ്റെഫി ജോക്കർ എന്നിട്ടാലോ? ഞാൻ സീരിയസ് ആവുവേ. എങ്ങനെ സീരിയസ് ആവോ?